മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പത്രങ്ങളിലും മാധ്യമങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന തീവ്രവാദ ആക്രമണം ലോകത്തെ മുഴുവനും ഒരു തരത്തില് ഭയപ്പെടുത്തുന്നത് പോലെ തോന്നുന്നു. ചാവാനും മരിക്കാനും വേണ്ടി ജീവിക്കുന്ന ഒരു വിഭാഗം ജനത ദൈവത്തിന്റെയും മതഗ്രന്ഥത്തിന്റെയും എല്ലാം പേരില് മനുഷ്യനെ നിഷ്ഠൂരം കൊലപാതകം ചെയ്യുന്ന കാഴ്ച ഇന്നലത്തെ പത്രത്തില് ഇറാഖിൽ നിന്ന് അപ്ലോഡ് ചെയ്ത ഫോട്ടോയിലൂടെ കാണാൻ സാധിച്ചു. കയ്യ് പുറകിൽ കെട്ടി നൂറുകണക്കിന് ഇറാഖ് പട്ടാളക്കാരെ കുഴിയിൽ കിടത്തി മനുഷ്യ ശരീരമുള്ള മൃഗങ്ങള് വെടിവെച്ച് കൊല്ലുന്ന കാഴ്ച പലരുടെയും മുഖത്തു കൂടെയും വായിക്കൂടെയും ചോര ഒഴുകുന്ന ആ ദൃശ്യം ചെറിയ ഫോട്ടോയിൽ കൂടി ഉണ്ടായിരുന്നു. ആരാണ് മതതീവ്രവാദത്തിന്റെ ജിഹാദ് പ്രഖ്യാപിച്ചത്? ദൈവത്തിന്റെ പേരില്, മതത്തിന്റെ പേരില് ഒരേ ദൈവത്തെ ആരാധിക്കുന്നവര്, ഒരേ ഗ്രന്ഥത്തെ അനുശാസിക്കുന്നവര്, ഒരേ രീതിയിൽ തീർത്ഥാടനം നടത്തുന്നവര്, ഒരേ പ്രവാചകന്റെ അനുയായികള് തമ്മില് കൊല്ലുകയും ചാവുകയും തിന്നുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭീകര കാഴ്ച ശ്രീകൃഷ്ണൻ പണ്ട് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഗാന്ധാരിയുടെ അടുത്ത് ചെന്നപ്പോൾ ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിക്കുകയുണ്ടായി അത്രേ. കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, നീ അവതാരമാണ്, ഭൂതകാലവും വർത്തമാനവും ഭാവിയും അറിയാവുന്നത്ര കാലജ്ഞാനിയാണ് നീ. കൗരവപക്ഷത്ത് ഞങ്ങളുടെ മക്കളിൽ ഒരുവനെയെങ്കിലും അന്ത്യകർമ്മം ചെയ്യാനായിട്ട്, ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രരുടെയും അന്ത്യകർമ്മം ചെയ്യാനായിട്ട് ഒരുവനെയെങ്കിലും ബാക്കി വെച്ച് മറ്റുള്ളവനെ കൊല്ലായിരുന്നില്ലേ കൃഷ്ണ എന്ന് കൃഷ്ണന്റെ മുഖത്ത് നോക്കി കണ്ണുകെട്ടിയ ഗാന്ധാരി പറഞ്ഞപ്പോൾ കൃഷ്ണൻ മറുപടി കൊടുത്തത്, പാതിവൃത്യത്തിന്റെ പേരില് അമ്മ കണ്ണുകെട്ടി നടന്നു, ഭർത്താവിന് കാഴ്ചയില്ല, ഭർത്താവിന് കാഴ്ചയില്ലാത്ത കുറവ് കൂടി പരിഹരിച്ച് അമ്മ കണ്ണു തുറന്ന് നടന്നിരുന്നു എങ്കില് മക്കളിൽ ഈ വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും വളരുമായിരുന്നില്ല. ഹേ അമ്മേ ഗാന്ധാരി, അമ്മയുടെ മക്കളുടെ മരണത്തിന് കാരണം ഞാനല്ല, അമ്മ തന്നെയാണ്. ആ മക്കളെ വളർത്തുമ്പോൾ കൊല്ലാനും നശിക്കാനും നശിപ്പിക്കാനുമുള്ള മാനസികാവസ്ഥയോടുകൂടി അവര് വളർന്നപ്പോൾ അമ്മ കണ്ണുകെട്ടി നടന്നു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികള്, ഭാരതത്തിലെ രാഷ്ട്രീയ പാർട്ടികള് ഈ രാഷ്ട്രത്തില് മതാടിസ്ഥാനത്തിലുള്ള തീവ്രവാദം നടന്നപ്പോൾ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മൗനാനുവാദം കൊടുത്ത് നല്ല വ്യക്തികളെ
പിടിച്ച് ജയിലിലിട്ടവരാണ് 65 വർഷമായിട്ട് ഭാരതത്തിൽ സംഭവിച്ചത് ചെയ്തത്. തിന്മ ചെയ്തവരെ നല്ല വഴിക്ക് കൊണ്ടുപോകാതെ വോട്ട് ബാങ്കിന്റെ പേരില് അവർക്ക് വേണ്ടതും വേണ്ടാത്തതുമെല്ലാം വാരിക്കൊടുത്ത് ഭാരതം ഭരിച്ചവര് ഗാന്ധാരിയെ പോലെ കണ്ണുകെട്ടി നടന്നു. അവര് ഇന്ന് അകത്തു നിന്നും പുറത്തു നിന്നും ജിഹാദിന് പ്രഖ്യാപിക്കുന്നു. ആ ഗാന്ധാരിയോട് കൃഷ്ണൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ വേദന കൊണ്ട്, അമ്മയുടെ വേദന കൊണ്ട് ഗാന്ധാരി കൃഷ്ണനെ ശപിച്ചു അത്രേ. എന്റെ കുലത്തിലെ ജനങ്ങൾ തമ്മില് എങ്ങനെയാണോ തമ്മിൽ തല്ലി മരിച്ചത്, അതുപോലെ നിന്റെ കുലവും തമ്മിൽ തല്ലി തന്നെ മരിക്കും കൃഷ്ണ എന്ന് നിർവികാരനായി ശ്രീകൃഷ്ണൻ ആ ശാപം ഏറ്റെടുത്ത് പറഞ്ഞു അത്രേ. അമ്മയുടെ ശാപം ഞാൻ അനുഗ്രഹമായി സ്വീകരിക്കുന്നു. കാരണം ശ്രീകൃഷ്ണന് ജന്മം നൽകിയ യാദവ കുലത്തെ പുറത്തു നിന്ന് ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല അമ്മേ. ശ്രീകൃഷ്ണന് ജന്മം നൽകിയ യാദവ കുലത്തെ പുറത്തു നിന്ന് ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല. അത് നശിക്കണമെങ്കിൽ അകത്തു നിന്ന് തന്നെ അതിന്റെ ആരംഭം കുറിക്കണം. അതുകൊണ്ട് അമ്മയുടെ ശാപം ഞാൻ അനുഗ്രഹമായിട്ട് സ്വീകരിക്കുന്നു. ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട്. യാദവകുലത്തിന് ആരംഭമുണ്ട്, അതുകൊണ്ട് യാദവകുലത്തിന് അവസാനവും ഉണ്ടാകണം. അതാണ് ഇന്ന് കാണുന്ന ലോകത്തിന്റെ ഭൂഗോളത്തിൽ കാണുന്ന തീവ്രവാദം. പാകിസ്ഥാൻ ഭരിക്കുന്നത് മുസ്ലിം, നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നത് മുസ്ലിങ്ങൾ, അവിടുത്തെ പട്ടാളക്കാരും പോലീസുകാരും മുസ്ലിങ്ങൾ, അവിടുത്തെ വിമാനത്താവളം ആക്രമിച്ചത് മുസ്ലിങ്ങൾ, 38 പേരെ കൊന്നത് മുസ്ലിങ്ങൾ, 38 പേര് മരിച്ചത് മുസ്ലിങ്ങൾ, അവരെ അറസ്റ്റ് ചെയ്തത് മുസ്ലിങ്ങൾ, അവരെ സപ്പോർട്ട് ചെയ്തത് മുസ്ലിങ്ങൾ, അവരെ എതിർക്കുന്നത് മുസ്ലിങ്ങൾ. അവരെല്ലാം ഒരു ദൈവത്തിന്റെ, ഒരു പ്രവാചകന്റെ, ഒരു പുസ്തകത്തിന്റെ, ഒരു ആരാധനാ കേന്ദ്രത്തിന്റെ ആരാധകര്. ഇസ്ലാമിക ഐക്യം 69 രാജ്യങ്ങളിലും ചങ്ങലക്കിട്ടതുപോലെ അവർ തമ്മിൽ ഐക്യമുണ്ട്. ആ ഐക്യത്തെ തകർക്കാൻ ലോകത്തിലെ പുറത്തുനിന്ന് ഒരു ശക്തിക്കും സാധിക്കില്ലെങ്കിൽ പ്രകൃതി കണ്ടെത്തിയ വഴിയായിരിക്കാം അകത്തുള്ളവർ അതിനെ അകത്ത് നിന്നുകൊണ്ട് അകത്തുള്ളവരെ കൊണ്ട് അകത്തുള്ളവരെ നശിപ്പിച്ച് അകത്തുള്ളവരെ തകർക്കാം. ഒരു പക്ഷേ ധർമ്മ സംസ്ഥാപനാർത്ഥായ, അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മത്തെ നിലനിർത്താൻ പുറത്തു നിന്ന് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അത് പ്രകൃതി ഏറ്റെടുത്ത ഉത്തരവാദിത്വമായിരിക്കാം. അകത്ത് നിന്ന് തന്നെ ആ ഇറാഖിലെ ഫോട്ടോയിൽ കണ്ടത്, കറാച്ചി വിമാനത്താവള ആക്രമണത്തിലെ ഫോട്ടോയിൽ കണ്ടത്, അഫ്ഗാനിസ്ഥാനിൽ കാണുന്നത്, ചൈനയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഇപ്പൊ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവം, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള ശ്രീലങ്കയില് കണ്ടുകൊണ്ടിരിക്കുന്ന വിപ്ലവം, ഭാരതത്തിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഹിന്ദുക്കളായ MLA-മാരും MP-മാരും 2, 3, 4 പേര് വധിക്കപ്പെട്ടു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അനുശോചനം രേഖപ്പെടുത്തിയില്ല.
മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. അവരെല്ലാം ഒരു മുസ്ലിം IT പയ്യൻ, ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഒരു മുസ്ലിം പയ്യൻ മഹാരാഷ്ട്രയിലെ ശിവജി എന്ന രാജാവിനെ, മഹാനായ ശിവജിയെ അതിവക്രമായിട്ട് ചിത്രീകരിച്ച് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. അതിന് വേദനിച്ച കുറെ പേര് പ്രതികരിച്ചു. ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റാത്ത വിധത്തില് ആ മുസ്ലിം IT പയ്യനെ വധിച്ചു. ഭാരതത്തിലെ ഹിന്ദുക്കളും മുഴുവനും അതിനെതിരെ പ്രതികരിച്ചു. പക്ഷേ മുസ്ലിങ്ങൾ ഈ ഹിന്ദുക്കളെ വധിച്ചപ്പോ ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും പ്രതികരിച്ചില്ല. അവർ BJPയുടെ MLAമാരോ BJPയുടെ രാഷ്ട്രീയ പ്രവർത്തകരോ BJPയുടെ മന്ത്രിമാരോ ആയിരുന്നിരിക്കും. ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദുക്കൾ പോലും പ്രതികരിച്ചില്ല. എങ്ങനെയാണോ ഗാന്ധാരി കണ്ണുകെട്ടി അവരുടെ മക്കളിൽ വളരുന്ന ദുർഗുണങ്ങള് കാണാതെ ജീവിച്ചത്, അവരുടെ തന്നെ സഹോദരനായ ശകുനി ഗാന്ധാരിയുടെ മക്കളില് തിന്മകളുടെ വിഷം ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയപ്പോൾ അപ്പോഴും സഹോദരിയും സഹോദരി ഭർത്താവുമായ ഗാന്ധാരിയും ധൃതരാഷ്ട്രരും മിണ്ടാതിരുന്നു. ഒരു രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഭീഷ്മര് രാഷ്ട്രം ഭരിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് പ്രതിജ്ഞ പതുക്കെ പതുക്കെ മാറ്റിയതുപോലെ തോന്നി. രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട കോൺഗ്രസുകാര്, രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട കമ്മ്യൂണിസ്റ്റുകാര്, അവരുടെ രണ്ടുപേരുടെയും കൂട്ടത്തിലോ എതിർത്തോ നിൽക്കുന്ന രാഷ്ട്രീയക്കാര് ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിന്റെ അവകാശികളെ നിഷ്ഠൂരം വധിക്കുമ്പോൾ, കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ, ഈ വധിച്ചവരുടെ പിന്നിലുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മൊത്തം ഭാരതത്തെ ഇളക്കിവിട്ട് ന്യൂനപക്ഷ മർദ്ദനവും ന്യൂനപക്ഷ നശീകരണവുമാക്കി വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പ്രകൃതി തെരഞ്ഞെടുത്ത വഴിയാണ് തമ്മിൽ തല്ലി ചാകാനുള്ള ശാപം പ്രകൃതിയുടേതായിട്ടുള്ള രീതിയിൽ നടപ്പാക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. എവിടെയെല്ലാമാണോ മുസ്ലിം ഭൂരിപക്ഷമുള്ളത് അവിടെ ഒന്ന് പരിശോധിച്ചാൽ അറിയാം, ആ രാഷ്ട്രത്തിന്റെ നിയമപരിപാലന സംവിധാനത്തിൽ ഏറ്റവും അധികം സാമ്പത്തിക ഭാരം ആ പ്രദേശത്തെ ശാന്തമാക്കി നിലനിർത്താൻ വേണ്ടിയാണ് ഗവൺമെന്റ് ചെലവാക്കുന്നത്. അത് തിരുവനന്തപുരം ജില്ല എടുത്താലും കേരള സംസ്ഥാനം എടുത്താലും സൗത്ത് ഇന്ത്യയിലെയും നോർത്ത് ഇന്ത്യയിലെയും വിവിധ ഭാഗങ്ങൾ എടുത്താലും മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ ദൈവത്തിന്റെ, ഒരേ പുസ്തകത്തിന്റെ, ഒരേ ആചാര്യന്റെ അനുയായികളെ പുറത്തു നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവർക്ക് ഒരു തരത്തിൽ ഇപ്പോൾ സമ്പത്തുണ്ട്, പെട്രോളിന്റെ സമ്പത്ത്, മറ്റൊരു തരത്തിൽ മതത്തിന്റെ ഐക്യമുണ്ട്, മറ്റൊരു തരത്തില് വോട്ട് ബാങ്ക് ഉണ്ടെന്ന ഒരു തോന്നലുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർ 1200 വർഷങ്ങളായിട്ടും മാറിയിട്ടില്ല. അവര് പണ്ട് എന്തെല്ലാം ചെയ്തിരുന്നോ അവരുടെ മതത്തിന്റെയും മതാനുയായികളുടെയും കാര്യത്തിന് വേണ്ടി 100 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതെല്ലാം ഇന്നും അതേപോലെ ചെയ്തുകൊണ്ടിരുന്നിട്ടും മനുഷ്യക്കടത്തും സ്വർണ്ണക്കടത്തും അവയവക്കടത്തും കള്ളനോട്ട് വിതരണവും കള്ളത്തരവും
ലൈംഗികപരമായിട്ടുള്ള കർമ്മങ്ങളുടെ വൈപരീത്യങ്ങളും രാഷ്ട്രീയത്തിൻ്റെ തിന്മകളും അവനവന്റെ മതത്തിൽപ്പെട്ടവർക്ക് മാത്രം രാഷ്ട്രത്തിന്റെ സമ്പത്ത് വീതിച്ചു കൊടുക്കുന്നതെല്ലാം നേരിട്ട് കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും പോലും ഇവിടുത്തെ പത്രങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ബുദ്ധിജീവികളും ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ വലതുപക്ഷവും ഇവിടുത്തെ ഭരണകർത്താക്കളും ഇവിടുത്തെ പ്രതിപക്ഷവും എല്ലാം ഇന്നും വളം വെച്ച് കൊടുക്കുന്നതും പാല് കൊടുക്കുന്നതും ആർക്കാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് എലക്ഷൻ എന്ന മരീചികയ്ക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്നു. എലക്ഷൻ എന്ന മരീചികയ്ക്ക് വേണ്ടി മാത്രം എല്ലാ ഹിന്ദുക്കളും ശാന്തരല്ല, എല്ലാ ക്രിസ്ത്യാനികളും ശാന്തരല്ല, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളുമല്ല. പക്ഷേ പലപ്പോഴും തീവ്രവാദികളല്ലാത്തവരും കാര്യത്തോടടുക്കുമ്പോൾ തീവ്രവാദത്തെയും അവരവർക്ക് ലഭിക്കേണ്ട അർഹതയില്ലാത്ത എല്ലാ ആനുകൂല്യങ്ങളെയും വാരിക്കോരിയെടുക്കാനും വേണ്ടി തീവ്രവാദത്തിൻ്റെ അയൽവക്കത്ത് നിൽക്കുമ്പോൾ ഒരു മുസ്ലിം സംഘടനയും മനുഷ്യക്കടത്തിനെ എതിർത്തിട്ടില്ല. എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു, എല്ലാ മുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം നോക്കിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളുടെ സപ്പോർട്ടോടുകൂടി ആജീവനാന്തം ഭരിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരും മനുഷ്യക്കടത്താണെന്ന് കോടതി വിധിച്ചിട്ട് പോലും അത് മനുഷ്യക്കടത്തല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധാരി പറഞ്ഞ ആ ശാപവാക്കുകൾ ഏറ്റെടുത്ത കൃഷ്ണൻ ഗാന്ധാരിക്ക് കൊടുത്ത മറുപടി യാദവകുലത്തെ നശിപ്പിക്കാൻ പുറത്തുനിന്ന് ആർക്കും സാധിക്കാത്തത് കൊണ്ട് ഈ കൗരവർക്ക് ഭീഷ്മരുടെയും ദ്രോണരുടെയും കർണന്റെയും 11 അക്ഷൗഹിണി പടയുടെയും സപ്പോർട്ടുണ്ട്. എന്താ കാരണം? കൗരവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട്, 101 പേരുണ്ട്. പാണ്ഡവർക്ക് വോട്ട് ബാങ്ക് ഇല്ല, 5 പേരേ ഉള്ളൂ. കൗരവരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ അടുത്തുനിന്ന് ഭക്ഷണം കഴിച്ച ഭീഷ്മരും ദ്രോണരും കർണനും ജീവിച്ചത്. ദുര്യോധനനാണ് അംഗരാജാവിന്റെ പദവി കർണന് കൊടുത്തത്. അതാണ് ഇവിടെ കേരളത്തില് ഭരിക്കുന്ന രമേശ് ചെന്നിത്തല സാറും ഉമ്മൻചാണ്ടിയും അംഗരാജാവിന്റെ പദവി മുസ്ലിം ലീഗിന് കൊടുത്ത് ഈ ഭാരതമെമ്പാടും ഇല്ലാത്ത മുസ്ലിം ഐക്യത്തെ ഉണ്ടാക്കി വോട്ട് ബാങ്ക് ഉണ്ടാക്കിപ്പിച്ച് എല്ലാവിധത്തിലുള്ള തിന്മകൾക്കും പ്രവർത്തിക്കാനും കൂടെ നിൽക്കാനും ഒരു വിഭാഗം മതാനുയായികളെ മതേതരത്വത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നു എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നവര് തികച്ചും അതിന് ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ പ്രകൃതിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഉത്തരവാദിത്വത്തിന്റെ ചിത്രമാണ് ഒരുപക്ഷെ ഇറാഖിലെ മുസ്ലിം സൈന്യങ്ങളെ മുസ്ലിം തീവ്രവാദികൾ കൊല്ലുന്നതും പാകിസ്ഥാനിലെ മുസ്ലിം യാത്രക്കാരെയും എയർപോർട്ട് സംരക്ഷകരെയും മുസ്ലിം തീവ്രവാദികൾ കൊല്ലുന്നതും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഇറാനിലും കുവൈറ്റിലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ലോകത്തിലെ രാജ്യങ്ങളിലെ വിവിധ ഭാഗങ്ങളിലും സംഭവിക്കുന്നത് പ്രകൃതിയുടേതായിട്ടുള്ള വഴി നോക്കുന്നു എന്ന് കെമിസ്ട്രി പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഞങ്ങൾ പഠിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട്. Whenever the system in equilibrium is disturbed, the system will adjust itself in such a way that effect of the disturbance will be nullified. ഏതെങ്കിലും സന്തുലിതാവസ്ഥയുള്ള ഒരു സംവിധാനത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് അപകടം സംഭവിച്ചാൽ
ആ വ്യവസ്ഥ തന്നെത്താനെ അപകടത്തെ ഇല്ലാതെയാക്കും. എന്നാലും ഹിന്ദുക്കൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. അഭിമാനത്തോടുകൂടി പറയണം, നമ്മൾ ഹിന്ദുക്കളാ, നമ്മൾ ആരെയും കൊന്നിട്ടില്ല, അധികാരത്തിന് വേണ്ടിയോ പണത്തിനു വേണ്ടിയോ കള്ളത്തരം ചെയ്തിട്ടില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഭാരതം എന്ന രാഷ്ട്രം സൈന്യത്തിന്റെ ശക്തി കൊണ്ട് വിദേശത്ത് ആക്രമിച്ച് കയറിയിട്ടില്ല. ആക്രമിച്ച് കയറാൻ വേണ്ടി ശ്രമിച്ചവരെ ധൈര്യസമേതം ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ഭാരതീയർക്ക് മാർഗനിർദ്ദേശമായത് നമ്മുടെ ഋഷിവര്യന്മാരുടെ ഓം ശാന്തി ശാന്തി ശാന്തി, ആധ്യാത്മിക ശാന്തി, ആദിഭൗതിക ശാന്തി, അതിദേവതാ ശാന്തി ആയിരുന്നു. ആ ശാന്തി മലേഷ്യയിലും ഇന്തോനേഷ്യയിലും മുസ്ലിം രാജ്യങ്ങളായിട്ട് പോലും ഹിന്ദു സംസ്കാരമായതുകൊണ്ട് കുറേയെല്ലാം ശാന്തി അവിടെ ഉണ്ട്. ഭാരതത്തില് ഒരു ഹൈന്ദവ സംസ്കാരത്തിന്റെ അടിത്തറയുള്ളത് കൊണ്ട് ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പ്രീണിപ്പിക്കുന്ന ഭരണകൂടം ഇത്രയും കാലം ഭാരതത്തെ വിഭജിച്ച് ഭരിച്ചിട്ടും ഇന്നും തരക്കേടില്ലാത്ത വിധത്തില് ഈ രാഷ്ട്രം ശാന്തിയിലുണ്ട്. അറിയാതെ നെഞ്ചത്ത് കൈവച്ച് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇപ്പൊ ഭരണത്തിന്റെ പ്രധാന കസേരയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് പകരം മന്ദബുദ്ധിയായ ഒരു കുടുംബ പ്രധാനമന്ത്രി ആയിരുന്നു അവിടെ ഇരുന്നതെങ്കിൽ ഈ രാഷ്ട്രം എവിടെ ചെന്നെത്തി നിൽക്കുമായിരുന്നു എന്ന് വേദന തോന്നുന്നു. പക്ഷേ ആ ചിന്തകൾക്ക് ഇപ്പൊ അടിസ്ഥാനമില്ല. ഭാരതം ഇന്ന് കുറെ കൂടി ധീരരായ വ്യക്തികളുടെ കയ്യിലാണെന്ന ആശ്വാസം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവര് ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ മക്കളാണെന്ന് സ്വയം തോന്നുന്നു എങ്കിൽ ഭാരതത്തെ മാതൃഭൂമിയും പിതൃഭൂമിയും പുണ്യഭൂമിയും കർമ്മഭൂമിയും ജ്ഞാനഭൂമിയും യജ്ഞഭൂമിയും ആയിട്ട് കാണുന്ന ഭാരതത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അഭിമാനത്തോടു കൂടിയും ഏതാണ്ട് സുരക്ഷയോടുകൂടിയും സുരക്ഷിതമായും രാത്രി കിടന്നുറങ്ങാനും പകല് പ്രവർത്തിക്കാനും ഹൈന്ദവ ചിന്താധാരയിൽ അഭിമാനിക്കുന്ന കുറേ ഭരണാധികാരികൾ ഈ രാഷ്ട്രത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് കൊണ്ട് സാധിക്കുമെന്ന് പ്രവർത്തിക്കാം. നമ്മൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഓരോ വ്യക്തിയും അവനവനെയും അവനവന്റെ കുടുംബത്തെയും അവനവന്റെ ഗ്രാമത്തെയും അവന്റെ ചുറ്റുപാടുകളെയും അവനവന്റെ ജില്ലയെയും അവനവന്റെ സംസ്ഥാനത്തെയും അവനവന്റെ സമൂഹത്തെയും രാഷ്ട്രത്തെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവനവൻ ഒന്നും ചെയ്യാതെ പോലീസുകാരും പട്ടാളക്കാരും നിയമവ്യവസ്ഥിതി കൈകാര്യം ചെയ്യുന്നവരുമെല്ലാം എല്ലാം ചെയ്തുകൊള്ളുമെന്ന് ധരിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും വലിയ രാഷ്ട്രത്തില് അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം, നമ്മൾ ഭാരതീയരാണ്, ഹൈന്ദവ സംസ്കാരത്തിന്റെ അവകാശികളാണ്. ഹിന്ദുക്കളായിരിക്കാം, ക്രിസ്ത്യാനികളായിരിക്കാം, മുസ്ലിങ്ങളായിരിക്കാം, നമ്മളുടെ സംസ്കാരം ഒന്ന് തന്നെയാണ്. അത് ഒരുമിച്ച് സംരക്ഷിക്കാൻ കഴിഞ്ഞ 10,000 വർഷമായിട്ട് നമുക്ക് സാധിച്ചു. ഇനിയും സാധിക്കട്ടെ. ഇപ്പോൾ ആക്രമണം പുറത്തു നിന്നല്ല, പലപ്പോഴും അകത്തു നിന്നാണെന്ന് കൂടി ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.